അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വിശ്വപ്രസിദ്ധമായ കിതാബു തൗഹീദ്, തൗഹീദിന്റെ പുസ്തകമെന്ന ഗ്രന്ഥം വിശദീകരിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. രണ്ടാമതായി ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊരു പരിപാടി ആവിഷ്കരിച്ച, ഇങ്ങനെയുള്ള ഒരു തീരുമാനം മുന്നോട്ട് വെച്ച ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ ഇത്തരത്തിൽ ഒരു കിതാബ് മുന്നിൽ വെച്ച്, ഒരു ഗ്രന്ഥം മുന്നിൽ വെച്ച് വായിക്കുന്ന ഒരു രീതി എന്നത് സൗദിയിലും മറ്റു അറബ് നാട്ടിലുമെല്ലാം കണ്ടുവരുന്ന പഠന രീതിയാണ്. സൗദിയിലെ ഹൽക്കകൾ, അറിവിന്റെ സദസ്സുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, പ്രായം ചെന്ന, അതോടൊപ്പം തന്നെ കുട്ടികളും യുവാക്കളും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് അറിവ് നേടുന്ന ഒരു രംഗം സത്യത്തിൽ മനസ്സിനേറെ സന്തോഷം നൽകുന്നതും അതോടൊപ്പം തന്നെ കൺകുളിർമ നൽകുന്നതുമായ രംഗമാണ് അത്തരത്തിലുള്ള ഒരു രംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്നേ പ്രായം ചെന്ന ആളുകൾ കയ്യിൽ പുസ്തകവും പെന്നും കരുതി എന്താണോ തന്റെ മുന്നിലുള്ള ഷെയ്ഖ് പറയുന്നത്, ഉസ്താദ് പറയുന്നത്, അത് കൃത്യമായി എഴുതിയെടുത്ത് ആ ഒരു പ്രായത്തിലും പഠിക്കാനുള്ള അതീവ താല്പര്യം കാണിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് മുന്നോട്ട് പോവുക. ഒരു കിതാബ് നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ട്, അതിന്റെ വിശദീകരണമാണ് നമ്മൾ ഓരോ ക്ലാസ്സിലായി വിശദീകരിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ആമുഖമായി ചില കാര്യങ്ങൾ ഉണർത്താനുള്ളത്, അതിൽ ഒന്നാമത്തേത് അറിവിന്റെ പ്രാധാന്യമാണ്. അറിവിന് അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുന്ന ഒന്നാമത്തെ ആയത്ത് എന്നുള്ളത് ഇഖ്റ, നീ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വായനക്ക് പ്രോത്സാഹനം നൽകി, വായനയുടെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഒട്ടും പിന്നോട്ട് പോകാൻ പാടില്ല എന്നതിനെ ആക്കം കൂട്ടുന്നതാണ് ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം പ്രാധാന്യം വായനക്കും പഠനത്തിനും ഉണ്ട് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട്, സഹാബാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പൊതുവെ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കൊതിക്കുന്ന ആളുകളാണ്. ചില വലിയ ബിസിനസിന്റെ ആളുകളൊക്കെ, ബിസിനസിന്റെ ഉടമകളൊക്കെ പറയാറുണ്ട്, അതായത് ഒരു പണി ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മടിയന്മാരെ പണിക്കാരായി, ജോലിക്കാരായി വെക്കണമെന്ന്. കാരണം ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയാണ് എന്ത് ചെയ്യാം അവർ സ്വീകരിക്കാന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വർഗം കരസ്ഥമാക്കാൻ, സ്വർഗം നേടാൻ ഏറ്റവും എളുപ്പ വഴി ഏത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവിന്റെ മാർഗം, ആരെങ്കിലും ദീനീപരമായ അറിവ് പഠിക്കുകയാണ് എങ്കിൽ, ആ മാർഗത്തിലൂടെ അവൻ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവൻ എളുപ്പമാക്കി കൊടുക്കുന്ന ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഓരോ ആളുകളും അവരുടെ ഹൃദയത്തോട് സംവദിക്കേണ്ടതും പറയേണ്ടതും സ്വർഗത്തിലേക്ക് എളുപ്പമാക്കുന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്ന ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഇരുന്നിട്ടുള്ളത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ സദസ്സ് അവസാനിക്കുന്നത് വരെ നമ്മൾ എത്രത്തോളം ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് ഈ സദസ്സിനെ വീക്ഷിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നുണ്ട്. ഓരോ മാളത്തിലുള്ള ഉറുമ്പുകൾ പോലും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുന്നുണ്ട്. കടലിലെ ആ ഇരുട്ടിന്റെ കൂരാക്കൂരിരുട്ടിലുള്ള മത്സ്യങ്ങൾ പോലും റബ്ബേ, ഈ പറഞ്ഞ മനുഷ്യന് നീ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന അത്രയും പ്രാധാന്യം നിറഞ്ഞ ഒരു സദസ്സിലാണുള്ളത്. പക്ഷേ ആ പ്രാധാന്യം ലഭിക്കണമെങ്കിൽ, ആ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കണമെങ്കിൽ, അത് കരസ്ഥമാക്കാൻ സാധിക്കണമെങ്കിൽ
അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ഈ ക്ലാസ്സിനെ വീക്ഷിക്കേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്. അതുകൊണ്ട് സംസാരിക്കാതെ അത്യാവശ്യത്തിനല്ലാതെ ഫോൺ ഉപയോഗിക്കുന്ന അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ക്ലാസ് ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറയുന്നത് സ്വർഗം എളുപ്പമാകുന്ന വിഷയമാണ് അറിവ് പഠിക്കുക എന്നാണ്. രണ്ടാമത്തേത് അമ്പിയാക്കളെ കുറിച്ച് പറയുമ്പോൾ, നബിമാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമ്പിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അവർ ജീവിതത്തിൽ ബാക്കി വെച്ചു പോയത് ദിർഹമോ ദീനാറോ അല്ല എന്ന്. അവർ അവരുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വാരിക്കൂട്ടാറുണ്ട്. എന്നാൽ പ്രവാചകന്മാർ അവർ ബാക്കി വെച്ചു പോയത് അറിവാണ്. അവർ ബാക്കി വെച്ചു പോയത് അറിവായിരുന്നു എന്നാണ്. അതുകൊണ്ട് അറിവിന്റെ വിഷയത്തിൽ അതീവ താല്പര്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. താല്പര്യമില്ല എന്നത് അറിയിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി അത് കഠിനമായി കൊണ്ടിരിക്കുന്നു എന്നതിലേക്കാണ് സൂചന നൽകുന്നത്. ഒരുപാട് ശ്രേഷ്ഠതകൾ അറിവിന്റെ വിഷയത്തിൽ, ഒരുപാട് ശ്രേഷ്ഠതകൾ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തന്റെ മിഫ്താഹു ദാരി സആദ എന്ന് പറയുന്ന പുസ്തകത്തിൽ 150-ലധികം പ്രത്യേകതകൾ, 150-ലധികം ശ്രേഷ്ഠതകൾ അറിവിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും വളരെ വ്യക്തമായി 300 പേജിലധികം അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. 5 അറിവിന്റെ മഹത്വം മാത്രമാണ് ഇന്നിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ വിഷയമെന്ന്. ഇവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അറിവിന്റെ പ്രാധാന്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, സാധാരണ നമ്മൾ കേൾക്കാറുള്ള സൂറത്തുൽ ബഖറയിലെ 30 മുതൽ 35 വരെയുള്ള ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സംവദിക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നുണ്ട്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ വെക്കാൻ പോവുകയാണ്, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ ചോദിക്കാൻ, ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യന്മാരെ എന്തിനു സൃഷ്ടിക്കണം? നമ്മൾ അല്ലാഹുവേ നിന്നെ ഒരുപാട് ആരാധിക്കുന്നുണ്ട്, നിന്നെ ആദരിക്കുന്നുണ്ട്, എന്നെന്നും നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഉണ്ടായിരിക്കെ പിന്നെ എന്തിന് മനുഷ്യനെ സൃഷ്ടിക്കണം എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തോട് അല്ലാഹു തിരിച്ചു മറുപടി പറയുന്നത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, എനിക്ക് നിങ്ങൾക്കറിയാത്ത അറിവെന്തുണ്ട് എനിക്കുണ്ട് എന്നാണ്. എനിക്ക് നിങ്ങൾക്കറിയാത്ത അറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ പേരുകളും, ഭൂമിയിലുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിന്റെ എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുക്കുന്നു. സുമ്മ അറദഹും അലൽ മലായിക, എന്നിട്ട് മലക്കുകൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നു, അതിന്റെ പേരുകൾ പറയാൻ പറയുന്നു. മലക്കുകൾ പറയുന്നു, ഞങ്ങൾക്ക് ഇതിന്റെ പേരുകൾ അറിയില്ല റബ്ബേ, ഇതിന്റെ പേരുകൾ ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയാണ്, ഇതിന്റെ പേരുകളൊക്കെ എന്ത് ചെയ്യണം, ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓരോന്നിന്റെ പേരുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. ആ സന്ദർഭത്തിലാണ് മലക്കുകൾ പറയുന്നത്, സുബ്ഹാനക റബ്ബേ, നീ എത്രയോ ഉന്നതനാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ നമുക്കൊന്നും അറിയില്ല. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീ അലീമാണ്, അതോടൊപ്പം തന്നെ നീ ഹക്കീമുമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ മലക്കുകളുടെ വിഷയത്തിൽ മലക്കുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തമ്മിൽ അള്ളാഹു വേർതിരിക്കുന്നത്, അള്ളാഹു വ്യത്യസ്തപ്പെടുത്തുന്നത് അറിവിലൂടെയാണ്. അറിവ് നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നൽ ഇൽമ അഷ്റഫു മാ ഫിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളതാണ് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ഫദ്ലഹു വശറഫഹു ഇന്നമാ ഹുവൽ ഇൽം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം പഠിച്ചെടുത്ത അറിവാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അറിവാണ് എന്ന്. ഇവിടെ മലക്കുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്
മലക്കുകളിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം അറിവാണ് എന്നാണ് ഒന്നാമതായി അറിവിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ശ്രേഷ്ഠത. രണ്ടാമത്തേത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതീവ സുന്ദരനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള ഒരു പ്രവാചകൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നിടത്ത് കുറെ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു. അവർ പറയുന്നത് എന്താ? ഇത് ഒരു മലക്കാണ് എന്നാണ്. ഇത് ഒരു മലക്കാണ്, എന്തല്ല, മനുഷ്യനല്ല എന്നാണ്. ആ ആയത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നത് മലക്കുകൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണ് ഏത്? മലക്കുകൾ എന്നത്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും സൗന്ദര്യമുള്ള ആളാണ്. എന്നിട്ടും ഒരുപാട് വർഷം ജയിലിൽ കഴിയേണ്ടി വരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് മോചിതനാകുന്ന ഒരു അവസ്ഥ, ഒരു കാലം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായത്? അദ്ദേഹത്തിന്റെ ഭംഗി കൊണ്ടാണോ? അദ്ദേഹത്തിന് ഒരുപാട് സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് എന്താ ചെയ്യാ, ജയിലിൽ നിന്ന് മോചിതനായിക്കോ എന്നാണ് അവിടുത്തെ രാജാവ് പറഞ്ഞത്? ഒരിക്കലല്ല. ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രവണതയായിരുന്നു സ്വപ്നത്തെ വ്യാഖ്യാനിക്കുക എന്നത്. എന്നാൽ വളരെ കൃത്യമായി രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയും അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയുമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കി ആ ഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ജോലി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിൽ നിന്ന് മോചിതനാക്കുന്നത് തനിക്ക് അള്ളാഹു നൽകിയ അറിവാണ്. സ്വപ്ന വ്യാഖ്യാനത്തിലുള്ള അദ്ദേഹത്തിന്റെ അതീവ നൈപുണ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു ചാടിച്ചത്, പുറത്തു കൊണ്ടുവന്നത് എന്നാണ്. അതുകൊണ്ട് അറിവാണ് ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത ആളുകൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. സമൂഹത്തിൽ പറ്റിക്കപ്പെടുന്ന അവസ്ഥ അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ അറിവില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലെ 44-ാമത്തെ ആയത്ത്, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂൻ ഇൻഹും ഇല്ലാ കൽ അൻആമി ബൽ ഹും അദല്ലു സബീലാ. അറിവില്ലാത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചവരാണ് എന്നാണ്. അവർ മൃഗങ്ങളല്ല, മൃഗങ്ങളെക്കാളും അധപ്പതിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. വീണ്ടും സൂറത്തുൽ അഅറാഫിലെ 22-ാമത്തെ ആയത്തിൽ, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മു അല്ലദീന ലാ യഅഖിലൂൻ. ചിന്തിക്കാത്ത, ബുദ്ധി കൊടുക്കാത്ത ആളുകളാണ്, ജന്തുക്കളാണ് അവരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്. ജന്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നെറികെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത, കാര്യങ്ങൾ കൃത്യമായി കേട്ട് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത, സത്യത്തിന് മുൻതൂക്കം നൽകാത്ത ആളുകളാണ് ജന്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പിഴച്ച ആളുകളെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവിന്റെ വിഷയത്തിൽ എത്രത്തോളം ഉന്നതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് ശ്രേഷ്ഠത പല ഖുതുബകളിലും നമ്മൾ കേൾക്കുന്നു, പല ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കുന്നു. എന്ത് പുതിയ അറിവാണ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പുതുതായി ഇസ്ലാമികപരമായി നമ്മൾ പഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് നമുക്ക് പറയാൻ എന്ന് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും 1 മണിക്കൂർ ഞാൻ കേട്ടിട്ട് അതിൽ പറയുന്ന വിഷയങ്ങളൊക്കെ ഞാൻ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ദിവസം തുടങ്ങുന്നത്, ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അറിവ് അന്വേഷിച്ചുകൊണ്ടാണ്. അറിവ്, റബ്ബേ എനിക്ക് അറിവ് നൽകണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. രാവിലത്തെ പ്രാർത്ഥന നമുക്കറിയാം, അൽ അദ്കാറു സ്വബാഹ്. അദ്കാറു സ്വബാഹിലെ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 ലക്ഷ്യങ്ങളാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തേത് നാഫിയായ ഇൽമ്, റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. രണ്ടാമത്തേത് കബൂൽ, സ്വീകരിക്കപ്പെട്ട അമല് ഞാൻ നിന്നോട് ചോദിക്കുന്നു. മൂന്നാമത്തേത് റിസ്ഖിനെയാണ് ചോദിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാകേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് അറിവുണ്ടാകണം, രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം, മൂന്നാമത്തേത് അവൻ
റിസ്ക് അന്വേഷിച്ച് പുറപ്പെടണം. അത് മൂന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. എന്നാൽ ആ ലക്ഷ്യങ്ങളിൽ ഏത് ലക്ഷ്യമാണ് നമ്മൾ നേടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ലക്ഷ്യം മാത്രമാണ് പല ആളുകളും നേടുന്നത്. റിസ്ക് ഒരുപാട് ആളുകൾ നേടുന്നു, എന്നാൽ ദീന് പഠിക്കാൻ ഒരു കുറച്ച് സമയം പോലും നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് ദീനി പഠനത്തിന് നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി നല്ല ഒരു സമയം നമുക്ക് നൽകാൻ സാധിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഫിത്നകൾ നിറഞ്ഞ വിശ്വാസ വൈകല്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ അടിപതറാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒരാൾ തൗഹീദിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഷിർക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ അറിവ് അത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, അറിവില്ലാത്ത ജാഹിലുകളായ ആളുകളുടെ കൂട്ടത്തിൽ റസൂലെ താങ്കൾ ഉൾപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ അറിവില്ലാത്ത ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കണം, അവരോട് സംസാരിക്കാൻ നിൽക്കരുത് എന്നും പറയുന്നതായി കാണാം. വഅരിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്ത ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ വിട്ടു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ ഇബാദുർ റഹ്മാൻ, റഹ്മാനിന്റെ അടിമകൾ എന്ന് വിശേഷിപ്പിച്ച സന്ദർഭത്തിൽ അവിടെ പറയുന്നതായി കാണാം, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, ജാഹിലീങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ സലാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സമാധാനം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ളതാണ്. അതാണ് അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി. അറിവില്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ചില ആളുകൾ വിട്ടുകൊടുക്കൂല, ചില ആളുകൾ വിട്ടുകൊടുക്കാതെ വാശിയിൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറി വരികയാണ് റഹ്മാനിന്റെ അടിമകളായ ആളുകൾ ചെയ്യേണ്ടത്. അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി എന്നാണ് ആയത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ഖസസിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വഇദാ സമിഉ അല്ലഗ്വ, വെറും വർത്തമാനങ്ങൾ, ഒരു ആവശ്യവുമില്ലാത്ത വർത്തമാനങ്ങൾ അല്ലാഹുവിന്റെ അടിമകൾ കേട്ടുകഴിഞ്ഞാൽ അഅറദു അൻഹു, അതിൽ നിന്ന് അവരെന്ത് ചെയ്യും, പൂർണ്ണമായും പിന്തിരിയും. വഖാലു, എന്നിട്ട് അവരോട് പറയും, ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം, നിനക്ക് നിന്റെ പ്രവർത്തനം. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ, ജാഹിലീങ്ങളുടെ വർത്തമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തരികയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ ഉൾപ്പെടുന്നതിനെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. ആലോചിച്ചു നോക്കുക, എപ്പോഴെങ്കിലും അങ്ങനെ നമ്മൾ ശരണം തേടിയിട്ടുണ്ടോ? ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ ആ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ ഇൽമു വർദ്ധിപ്പിച്ചു തരണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരുപാട് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കുടുംബത്തിന്റെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ, എല്ലാത്തിലും പ്രാർത്ഥിക്കുന്ന ആളുകൾ അറിവിന്റെ വിഷയത്തിൽ യാതൊരു പ്രാർത്ഥനയും നൽകാത്ത ഒരവസ്ഥ, യാതൊരു താല്പര്യവും നൽകാത്ത ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണം. അറിവിന് പ്രാധാന്യം നൽകുന്ന, അറിവിന് പ്രാമുഖ്യം നൽകുന്ന, അറിവ് നേടുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് പ്രോത്സാഹനം നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ ആയത്ത് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുന്ന ഉപദേശമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അവിശ്വാസിയായ മകനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നി അഇലുക്, നൂഹേ ഞാൻ നിനക്ക് ഞാൻ ഉപദേശം നൽകുകയാണ്, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ആരിൽ ഉൾപ്പെടരുത്, ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. 3 ശ്രേഷ്ഠതകളാണ് അറിവിന്റെ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. 4ാമത്തെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4ാമത്തെ ശ്രേഷ്ഠതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നായ എന്നുള്ള മൃഗം പഠിപ്പിക്കപ്പെട്ട, അതായത് ഒരു മൃഗത്തെ എങ്ങനെ വേട്ടയാടണം എന്ന് പഠിപ്പിക്കപ്പെട്ട നായ. മറ്റൊരു നായ എങ്ങനെയാണ് ഒരു മൃഗത്തെ വേട്ടയാടണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സയ്യിദുൽ കൽബ് എന്നാണ് അറബിയിൽ പറയാം, അത് വേട്ട പഠിപ്പിക്കപ്പെട്ട നായ. ആ നായ ഏതെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടി വന്നു കഴിഞ്ഞാൽ ആ മൃഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷിക്കാൻ പറ്റും. അതായത് പഠിപ്പിക്കപ്പെട്ട വേട്ട പഠിപ്പിക്കപ്പെട്ട നായയാണെങ്കിൽ
എന്നാൽ വേട്ട പഠിപ്പിക്കപ്പെടാത്ത നായയാണെങ്കിലോ അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുകയില്ല എന്നാണ്. ഇവിടെ വേർതിരിക്കപ്പെട്ട കാര്യം എന്താണ്? രണ്ടും നായയാണ്, എന്നാൽ വേർതിരിച്ച കാര്യം അറിവാണ്. ആ വിഷയത്തിൽ പോലും ഇസ്ലാം അറിവിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്, പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ആദ്യത്തെ കൊല, ഇസ്ലാമിലെ ആദ്യത്തെ കൊല നടക്കുന്നത് അസൂയയുടെ പേരിലാണ്. എന്നാൽ ആ അസൂയ പോലും രണ്ടു കാര്യത്തിൽ അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിൽ അസൂയ അനുവദനീയമാണ്. ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി, രണ്ട് കാര്യങ്ങളിൽ അസൂയ പറ്റും. ഒന്നാമത്തേത് റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലത അലാ ഹലകതിഹി ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്. അങ്ങനെ എന്ത് ചെയ്തു? ഹക്കിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ പണം ഒരുപാട് ചെലവഴിക്കാൻ. ചില ആളുകൾ നമുക്കറിയാം, പണമുള്ള ആളുകൾ, അത്യാവശ്യം പണമുള്ള ആളുകൾ എന്ത് ചെയ്യും? ദീനിന്റെ മാർഗത്തിൽ നല്ലവണ്ണം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിനിയും അത്തരത്തിലുള്ള സ്വതക്കകൾ നൽകുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരാളുടെ വിഷയത്തിൽ നമുക്ക് അസൂയ വെക്കാം. അദ്ദേഹത്തെ പോലെ പണം ചെയ്യണം, എനിക്കുണ്ടാകണം, അങ്ങനെയാണെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും, സ്വതക്ക കൊടുക്കാൻ പറ്റും, എനിക്കും ഒരുപാട് ആളുകൾക്ക് ദീനീ സേവനങ്ങളിൽ എനിക്കും മുന്നേറാൻ പറ്റും എന്ന നിയത്താണ് എന്ത് ചെയ്യേണ്ടത്? നമുക്കുണ്ടാകേണ്ടത്. അതല്ലാതെ ഇവിടെ അസൂയ പറ്റും എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള അസൂയല്ല, അദ്ദേഹത്തിന്റെ പൈസ നീങ്ങിപ്പോകണം എന്നിട്ട് എനിക്ക് ആ പൈസ ലഭിക്കണം എന്ന അസൂയ ഒരിക്കലും എന്തില്ല, അത് പാടില്ല എന്നുള്ളതാണ്. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹസദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അനുഗ്രഹം ലഭിച്ചാൽ അതിൽ നമുക്കൊരു വെറുപ്പുണ്ടാവുക. ഒരാൾക്ക് ഒരുപാട് പണമുണ്ട്, അതല്ലെങ്കിൽ ഒരാൾക്ക് ഒരുപാട് അറിവുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം, ഒരു അനിഷ്ടം, ഒരു ഇഷ്ടമില്ലായ്മ നമ്മുടെ മനസ്സിൽ ചെറുതായി ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസൂയന്റെ തുടക്കമാണ് അത്. അസൂയയുടെ തുടക്കമാണ്. ഇനി നമ്മളത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യും? അത് തിന്മയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസൂയ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യത്തിലാണ് അസൂയ പാടുള്ളത്. ഒന്ന് അറിവിന്റെ വിഷയത്തിലും, മറ്റൊന്ന് പണത്തിന്റെ വിഷയത്തിലും. ഒരാൾക്ക് അള്ളാഹു അറിവ് കൊടുത്തു, ആ അറിവ് മൂലം ഒരുപാട് ആളുകളെ പഠിപ്പിക്കുന്നു, ദീനിന്റെ വിഷയത്തിൽ ആളുകൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ദീനിന്റെ വിഷയത്തിൽ ഉത്സാഹം കാണിക്കുന്ന അറിവുള്ള ഒരാൾ, അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അറിവെത്തിച്ചു കൊടുക്കുന്നു, ഒരുപാട് പ്രതിഫലം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഗ്രഹിക്കാം, അദ്ദേഹത്തെ പോലെ അറിവുണ്ടായിരുന്നെങ്കിൽ എനിക്കും ചെയ്യാമായിരുന്നു, ഒരുപാട് ആളുകൾക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാമായിരുന്നു, അതിന്റെ ഒരു ഭാഗമാകാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കാമെന്നാണ്. എന്നാലും അവിടെ അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 5 ശ്രേഷ്ഠതകളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 5 ശ്രേഷ്ഠതകൾ. ഇനിയും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. അതാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞത്. 150-ലധികം ശ്രേഷ്ഠതകൾ അറിവിന്റെ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വെറും 5 എണ്ണമാണ് പറഞ്ഞു വെച്ചത്. ഈ 5 ശ്രേഷ്ഠതകൾ വളരെ കൃത്യമായി ഉൾക്കൊണ്ട ആളുകളായിരുന്നു സഹാബാക്കളും അതിനുശേഷം വരുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരും. അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യം അവർ അവരുടെ ജീവിതത്തിനും അവരുടെ സ്വശരീരത്തിനും പ്രാധാന്യം നൽകുന്നതിലുപരി അറിവിന് പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. ഇനിയും നിങ്ങൾ വിചാരിച്ച ആളുകൾ, എത്താത്ത ആളുകൾ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടാകാം. പല കാരണങ്ങൾ അവർക്കുണ്ടാകാം, ന്യായമായ കാരണങ്ങൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ വേണ്ട, എന്താണ് അതിന്റെ കാര്യം എന്നൊക്കെ ആലോചിച്ച് വരാത്ത ആളുകളും ഒക്കെ ഉണ്ടാകാം. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞു വെക്കുന്നത്, റഹല ജാബിർ ഇബ്നു അബ്ദില്ലാ, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു യാത്ര പോകാൻ ഒരു ഹദീസിന് വേണ്ടി മസീറത ശഹ്രിൻ, ഒരു മാസം യാത്ര ചെയ്തു എന്നാണ്. ഒരു മാസം ഒരു ഹദീസിന് വേണ്ടി യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അറിവിനോട് എത്രത്തോളം പ്രാധാന്യം ആ മഹത്തുക്കൾ നൽകിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഹദീസിന് വേണ്ടി സഞ്ചരിച്ചത് ഒരു മാസമാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, അദ്ദേഹം ആ ഏതൊരാളുടെ അടുക്കലേക്കാണോ ഹദീസുമായി, ഹദീസ് ലഭിക്കാൻ വേണ്ടി, ഹദീസിന്റെ അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി പോയത്, അദ്ദേഹത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, ഞാൻ ഭയപ്പെട്ടു പോയി, ഒന്നുകിൽ ഞാൻ മരിച്ചു പോകും, അതല്ലെങ്കിൽ താങ്കൾ മരിച്ചു പോവുകയും എനിക്ക് ആ ഒരു ഹദീസ് ലഭിക്കാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന്. ഒരു മാസം സഞ്ചരിച്ചു എന്ന്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 10 കിലോമീറ്റർ ഒരു ഖുർആൻ ക്ലാസ്സിന് ചില ആളുകൾക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ അതേ ആൾ ഏതെങ്കിലും പുതിയ എന്തെങ്കിലും ഹോട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഉല്ലാസ കേന്ദ്രത്തിന് പോവുകയാണ് എങ്കിൽ ആ കിലോമീറ്ററുകളൊന്നും അവർക്ക് കിലോമീറ്ററുകളായി അവർക്ക് തോന്നാറില്ല. അറിവിന്റെ വിഷയത്തിൽ പല കാരണങ്ങളും പിശാച് അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത്തരം മഹത്തുക്കളുടെ
ചരിത്രങ്ങൾ നമ്മെ പിടിച്ചു കുലുക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കി തരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, അയർഹലുർ റജുലു ഫീ ത്വലബിൽ ഇൽം, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര പോകണോ എന്നാണ് ചോദിക്കുന്നത്. ഒരാൾ നാട് വിട്ട് യാത്ര പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, ബലാ വല്ലാഹി ശദീദൻ, ഓനൊരു മതവിദ്യാർത്ഥി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തായാലും യാത്ര പോകണം എന്നാണ്. എന്തായാലും അറിവ് അന്വേഷിച്ചുകൊണ്ട് പല നാടുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ സഞ്ചരിച്ചെത്തേണ്ടതുണ്ട് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയാൻ. അതായത് നാട്ടിൽ നിന്നുള്ള ഉലമാക്കൾ ഉണ്ടെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യണം? വേറെ ഉലമാക്കളെ തേടി പല നാട്ടിലേക്കും സഞ്ചരിച്ച് അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ അറിവിന്റെ വിഷയത്തിൽ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുന്തു അസീറു മഅ ഇബ്നു അബ്ബാസിൻ ഫീ ത്വരീഖി മക്കത ലൈലൻ, രാത്രി ഞാൻ എന്ത് ചെയ്യും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ നടക്കും. രാത്രി സമയങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ നടക്കാൻ. വകാന യുഹദ്ദിസുനി ബിൽ ഹദീസ്, അദ്ദേഹം എനിക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്തു തരും രാത്രി സമയത്ത്. എന്നിട്ടോ ഫഅക്തുബുഹു ഫീ വാസിതത്തിർ റഹ്ലി ഹത്താ ഉസ്ബിഹ ഫഅക്തുബുഹു, അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ആ യാത്രയിൽ ഇങ്ങനെ ഹദീസ് എഴുതിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? സുബ്ഹിയാകുന്നതുവരെ ഞാൻ എന്ത് ചെയ്യും? ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ ക്ലാസ് ഒരു 1.5 മണിക്കൂർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സദസ്സിൽ സംസാരം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആളുകൾ തിരിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബ്ഹി വരെ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അത്രയും അവർ കഠിനമായി പരിശ്രമിച്ചത് കൊണ്ടാണ് ഇന്നും നമുക്ക് ആ സത്യം ലഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറിവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹവും ഇതേപോലെ രാവിലെ വരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചരിത്രങ്ങളൊക്കെ ഇവരുടെ വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ആധുനികന്മാരായ സമകാലീനരായ ഈ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമ്മിലേക്ക് ഈ ദീൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പണ്ഡിതൻ. ഉമർ അൽ ഫല്ലാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസിയാണ്. ഉമർ അൽ ഫല്ലാത്ത് പറയാണ്, ഞാൻ എന്റെ ഭാര്യയുമായി എന്റെ കുട്ടികളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് എന്റെ അപ്പുറത്തെ വീട്ടിലുള്ള അൽബാനി റഹിമഹുല്ല, ഒരു ജനലിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത അൽബാനി റഹിമഹുല്ലയെ കാണാൻ പറ്റും. അദ്ദേഹം ആ സന്ദർഭത്തിൽ രാത്രിയുടെ ആ യാമത്തിലും എന്ത് ചെയ്യാണ്? പുസ്തകം എടുക്കുന്നു, പുസ്തകം വെക്കുന്നു, പുസ്തകം വായിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മദീനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ല എന്നാണ്. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? പുസ്തകങ്ങൾ തുറന്നു വെച്ച് അദ്ദേഹം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അങ്ങനെ ദീന് പഠിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകൾ ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ട്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ ആ ദീനിന്റെ വിഷയത്തിൽ അവർ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ചില അല്പജ്ഞാനികളായ ആളുകൾ, വിവരമില്ലാത്ത ചില ആളുകൾ, സ്വയം ബുദ്ധിജീവികളായി ചമയുന്ന ചില ആളുകൾ ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് വളരെ നിശിതമായി വിമർശിക്കാറുണ്ട്. ഷെയ്ഖ് അൽബാനി ഇമാമല്ല, അദ്ദേഹത്തിന് ഒരു അറിവുമില്ല, ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹം വെറുതെ ഇങ്ങനെ എഴുതി വിട്ടതാണ്, ലഈഫാണ്, സഹീഹാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വളരെ നിശിതമായി യാതൊരു പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ വിമർശിക്കുന്ന ആളുകൾ. അവർ മനസ്സിലാക്കേണ്ടത് യാതൊരു നീതിയും അവരുടെ വിഷയത്തിൽ, ആ വിമർശനത്തിന്റെ വിഷയത്തിൽ അവർ കാത്തു സൂക്ഷിച്ചിട്ടില്ല എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇമാം അൽബാനി റഹ്മഹുല്ലയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയുള്ള വിമർശനം ആർക്കും ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നത് തീർച്ചയാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സമകാലീനരായ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലുള്ള, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലുള്ള ഇവരൊക്കെ തസ്കിയത്ത് നൽകിയ, ഹദീസിൽ ഇമാമാണ് എന്ന് എടുത്തു പറഞ്ഞ ആളാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല. അതുകൊണ്ട് തന്നെ ആര് തന്നെ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാലും, അത് ഇനി എത്ര തന്നെ വലിയ ആളായാലും, അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും, വിവരമില്ലാത്ത സ്വയം ബുദ്ധിജീവികളായി ചമയുന്ന ചില ആളുകളൊക്കെ ഷെയ്ഖ് അൽബാനിയെ താറടിക്കുന്ന, ഷെയ്ഖ് അൽബാനിക്ക് ഇൽമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ വിമർശിക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാലോ യാതൊരു നിലപാടും ജീവിതത്തിൽ ഇല്ലാത്ത ആളുകളായിരിക്കും ഈ വിമർശകന്മാർ. ഒരു നിലപാടുണ്ടാകൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചെന്നായ അങ്ങും ഇങ്ങും ഓടുന്നത് പോലെ ഒരിക്കൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരിക്കലും ഒരു ടീമിലായിരിക്കും ഉണ്ടാവുക, അടുത്ത കഴിഞ്ഞാലോ അടുത്ത ടീമിൽ. ഇങ്ങനെ നിലപാടില്ലാത്ത ആളുകളാണ് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലയെ കുറിച്ച് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ല അറിവിന്റെ വിഷയത്തിൽ, അറിവ് നേടുന്ന വിഷയത്തിൽ സഹിച്ച ത്യാഗം, അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ് അക്ലുൽ ഹലാൽ, അക്ലുൽ ഖദർ അൽ യസീർ, കുറച്ച് തിന്നാന്നുള്ളത്, കുറച്ച് ഭക്ഷിക്കുക എന്നുള്ളത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ല പറയാണ്, 16 വർഷമായി ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടെന്ന. 16 വർഷമായി ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ദിവസം അതല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടില്ല നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കണം. അത്രയും അനുഗ്രഹത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ഭക്ഷണങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, എന്നിട്ടും ദീന് പഠിക്കാനുള്ള സമയം നമ്മൾ പല ആളുകളും കണ്ടെത്താറില്ല. ഇബ്നു ബാദീസ് റഹിമഹുല്ല എന്ന സമകാലീനനായ പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നഹ്വിലെ ഏറ്റവും ആധികാരികമായ പുസ്തകമാണ് അൽ അൽഫിയ എന്ന് പറയുന്ന പുസ്തകം, 1000 ബൈത്തുള്ള നഹ്വിന്റെ പുസ്തകം. അത് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ പുസ്തകം താഴെ വീണപ്പോ അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു എന്നാണ്, ഞാൻ 2 മണിക്കാണ് കിടന്നുറങ്ങുക, 4 മണിക്ക് എന്ത് ചെയ്യും, ഞാൻ എഴുന്നേൽക്കുന്നതാണ്. അതായത് ഒരു ദിവസം 2 മണിക്കൂറാണ് എന്ത് ചെയ്യുക, അദ്ദേഹം കിടന്നുറങ്ങുക. ബാക്കിയൊക്കെ ദീനിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ചെലവഴിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് കാര്യമായ പരിക്കുണ്ടായിരുന്നു. അദ്ദേഹം 50കളുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്നാണ്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് സ്വാലിഹ് ഉസൈമി ഹഫ്ളുല്ലാഹ് പറയുന്നുണ്ട്, അസ്സഹ്റു യഖ്തുലുക്, രാത്രി ഒരുപാട് വൈകി ഉറങ്ങുക എന്നുള്ളത് എന്ത് ചെയ്യും, നിന്നെ കൊന്നുകളയാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൽമിനോട് അത്രയും ഗീറത്തായിരുന്നു. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാത്ത സലഫുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാതെ അറിവ് നേടാൻ വേണ്ടി മുന്നിട്ടിരുന്ന സലഫുകളെ വരെ നമുക്ക് ഈ വിഷയത്തിൽ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അറിവിന്റെ വിഷയത്തിൽ അതീവ താല്പര്യമുള്ള ആളുകളായിരിക്കണം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതെന്ത് ചെയ്യും, ഈ ഒരു ദർസ് എന്നുള്ളത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പൊ തുടക്കത്തിലുള്ള ആവേശം അതൊടുക്കം വരെ നിലനിർത്തി പോകുന്നവർ ആരാണോ അവരാണെന്ത് യഥാർത്ഥ വിജയികൾ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള അമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കുറവാണെങ്കിലും അത് തുടർത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 2 ക്ലാസ്സേ ഈ ക്ലാസ് ഇവിടെ ഉണ്ടാവുള്ളൂ. മാസത്തിൽ 2 ക്ലാസ്സുകളാണ് കിതാബ് തൗഹീദിന്റെ വിഷയത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാ ദിവസവും കിതാബ് തൗഹീദിന്റെ ക്ലാസ്സിന് ഞാനിവിടെ എത്തും എന്ന ഉറപ്പ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആ ഒരു ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടാകണം. എന്തായാലും എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി ഞാനിവിടെ എത്തും, തൗഹീദ് പഠിക്കാനാണ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എത്തിച്ചേരേണ്ടതുണ്ട്. എത്തുന്ന ആളുകൾ കയ്യിലൊരു നോട്ട് പാഡും അതേപോലെ തന്നെ പെന്നൊക്കെ കരുതി അങ്ങനെ ഒരു പഠിതാവായി മാറുന്ന ഒരവസ്ഥ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഒരു പഠിതാവായി മാറുന്ന അവസ്ഥ ഉണ്ടാകണം. നമുക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റും, നമ്മൾ അങ്ങനെ തന്നെ മരിച്ചു പോവുകയാണ് എങ്കിൽ അള്ളാഹിനോട് പറയാം, റബ്ബേ നിന്റെ തൗഹീദ് പഠിക്കുന്നതിനിടയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മരിച്ചു പോയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠത ഈ സദസ്സിനുണ്ട്, ഈ പഠനത്തിനുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് അറിവിന്റെ പ്രത്യേകത ഒരുപാടാണ്. ആ അറിവിൽ ഏറ്റവും വലിയ അറിവ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകളുണ്ട്. ദീനീപരമായ വിജ്ഞാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പള്ളിയിൽ തന്നെ എടുക്കുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഖുർആൻ ക്ലാസ്സുകളുണ്ട്, ചരിത്ര പഠന ക്ലാസ്സുകളുണ്ട്, ഫിഖ്ഹ് ക്ലാസ് ഉണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം ഏതാണ്? അറിവിന്റെ വിഷയത്തിൽ ഒരുപാട് അറിവുകളുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം വിശ്വാസാണ്, അഖീദയാണെന്ത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. കാരണം അഖീദയിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണ് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വിഷയം എന്നത് അഖീദ വിഷയങ്ങളാണ്. അഖീദ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്നതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള അറിവാണ് നമ്മൾ ഓരോ ദിവസവും ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, നമ്മൾ വിശ്വാസം പഠിക്കുന്നതിലൂടെ, അഖീദ പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനിൽ യാതൊരു ശിർക്കും കലരാത്ത ആളുകൾ, അവർക്ക് എന്തുണ്ട് എന്നല്ല പറയുന്നത്, ഉലൈക ലഹുമുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ.
അവരാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്ത് ലഭിക്കും? നിർഭയത്വം ലഭിക്കണമെങ്കിൽ തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാത്ത ആളുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തിലുണ്ടാകും ഒരുപാട് ആളുകൾ, ഒരു നിർഭയത്വവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരുപാട് ദർഗകളിലേക്ക് കയറി ഇറങ്ങുന്നു. എന്നാൽ എന്ത് സമാധാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു സമാധാനം ലഭിച്ചെന്ന് വരാം. അതല്ലാത്ത യാതൊരു സമാധാനവും എന്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ദർഗയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ശരിയാകുന്നില്ല, അടുത്ത ദർഗയിലേക്ക് പോകുന്നു. ഇങ്ങനെ ദർഗകൾ വിട്ട് മറ്റ് ദർഗകളിലേക്ക് എന്ത് ചെയ്യാണ്? സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന ആ റബ്ബിനോട് വളരെ സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഷയം കഴിഞ്ഞു. അതാണ് പറയുന്നത് ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്തുണ്ട്, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, സന്തോഷമുണ്ട്, അവർക്ക് സുഖകരമായ ജീവിതമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാൻ. സൂറത്തുൽ ബഖറയിലെ 112-ാമത്തെ ആയത്ത്, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന് കീഴൊതുങ്ങിയ തൗഹീദുള്ള ആളുകൾ, അല്ലാഹു പറയാൻ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വരാനിരിക്കുന്നതിനെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവർ ദുഃഖിക്കേണ്ടതുമില്ല. സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ ആയത്ത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഗ്രാമവാസികളായ ആളുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ബറക്കത്ത് ഇറക്കി കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യണം? അത് ശരിയാകണം. നമ്മുടെ ഈമാൻ ശരിയായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. സൂറത്തുൽ അംബിയായിലെ 105-ാമത്തെ ആയത്ത്, വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർദ യരിസുഹാ ഇബാദിയസ് സാലിഹൂൻ. ഭൂമിയിൽ ആധിപത്യം നൽകുക ഈമാനുള്ള ആളുകൾക്കാണ്. ഭൂമിയിൽ അള്ളാഹു ആധിപത്യം നൽകുക ഈമാനുള്ള ആളുകൾക്കാണ് എന്നാണ് സൂറത്തുൽ അംബിയായിലെ 105-ാമത്തെ ആയത്ത് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസപരമായ അറിവ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം നിർഭയത്വം എന്ത് ചെയ്യും? ലഭിക്കും, സമാധാനം ലഭിക്കും. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദാണ്. 13 വർഷം. ചില ആളുകൾക്ക് തൗഹീദിന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൗഹീദിന്റെ പ്രഭാഷണം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്, തൗഹീദൊക്കെ ഒരു 5 മിനിറ്റിൽ പറയാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് ചില ആളുകൾ പറയാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്, എന്തിന് റസൂൽ 13 വർഷം എടുത്തു എന്നാണ്? എന്തിന് റസൂൽ 13 വർഷം തൗഹീദ് പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കണമെങ്കിൽ നല്ല പണി എന്തുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ തൗഹീദ് തഹ്ഖീഖ് ആയി കഴിഞ്ഞാൽ, തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തായിരിക്കും എന്ത് ചെയ്യുക? ജീവിക്കുക. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇന്ന ഫിദ് ദുനിയ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗ്ഗത്തിൽ ആരാണോ പ്രവേശിക്കുന്നത് അവൻ എന്ത് ചെയ്യും? ആഖിറത്തിന്റെ സ്വർഗ്ഗത്തിലും പ്രവേശിക്കും. അപ്പൊ ദുനിയാവിലെ സ്വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, അത് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയലാണ്, അത് തൗഹീദ് സാക്ഷാത്കരിക്കലാണ്, തൗഹീദ് കൃത്യമായി മനസ്സിലാക്കലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ബാബുകളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തൗഹീദിന്റെ വിഷയത്തിൽ എവിടെയാണ് എനിക്കും നിങ്ങൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത്, എവിടെയാണ് നമുക്ക് തൗഹീദിന്റെ വിഷയത്തിൽ കുറവുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തേത്, ഇസ്ലാം നിലകൊള്ളുന്നത് തന്നെ തൗഹീദിലാണ്. ഉമിർതു അൻ ഉഖാതില നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങളോട് യുദ്ധത്തിന് വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് റസൂൽ പറയാണ്. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ യുദ്ധം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ട്. നാലാമത്തേത്, വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സങ്കേതം നരകമായിരിക്കും. ഒരാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, ഒരുപാട് നിസ്കരിക്കുന്നു, എന്നാൽ ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ ആ നിസ്കാരം കൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ ഒരു മനുഷ്യൻ എല്ലാ തിന്മകളും ചെയ്യുന്നു, എല്ലാ തിന്മയിലും ഏർപ്പെടുന്നു, എന്നാൽ തൗഹീദുള്ള മനുഷ്യനാണെങ്കിലോ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ആരാ? ഈ പറഞ്ഞ വ്യക്തിയാണ്. മറ്റേ ശിർക്ക് ചെയ്യുന്ന വ്യക്തി ശാശ്വതമായി നരകത്തിലാണ്, ശാശ്വതമായി നരകത്തിലാണ്. അതാണ് തൗഹീദിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് തൗഹീദിന്റെ ശക്തി. ഖിയാമത്ത് നാളിലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്, 500 ഖിയാമത്ത് നാളിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരുപാട് ഏടുകൾ ഉണ്ടാവുന്നതാണ്, ഒരുപാട് ഏടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു ഏടിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എവിടെയാണ് അവസാനിക്കുന്നത് അതുവരെ എന്തുണ്ട്? അദ്ദേഹത്തിന്റെ ഏടുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഏടുകളുള്ള മനുഷ്യൻ, നന്മ ഒന്നും ചെയ്തിട്ടില്ല, തിന്മ മാത്രമേ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്നു.
ഖിയാമത്ത് നാളിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, നീ എന്തെങ്കിലും നന്മ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ആ വ്യക്തി പറയും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ബിത്താക്ക കൊടുക്കുക എന്നാണ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരു കാർഡ് എന്ത് ചെയ്യും അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം ആലോചിക്കുന്നതാണ്, ഇതുകൊണ്ട് എന്താണ് ലഭിക്കുക? എന്റെ ഇപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്, അതുണ്ടായിരിക്കെ ഇതുകൊണ്ട് എന്ത് നേടാനെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. എന്നാൽ അതൊരു ത്രാസിൽ വെക്കുന്ന സമയത്ത് ഏറ്റവും കനം തൂങ്ങലേതാ? ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു വിഷയമാണ്. ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് വർഷം അറബി പഠിക്കുകയും അറബി വായിക്കുകയും കിതാബുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ, എന്നാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന വളരെ സരളമായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വിഷയം വരെ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ വലിയ നിർഭയത്വത്തിലൂടെയും സമാധാനത്തിലൂടെയുമാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഈ രണ്ട് വിഷയങ്ങളാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, അറിവിന് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട്. ആ അറിവിന് ശ്രേഷ്ഠതയുള്ളതോടൊപ്പം തന്നെ വിശ്വാസപരമായ അറിവുകൾക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. ഇനി മൂന്നാമത്തേത്, നമ്മൾ കിതാബിലേക്ക് കടക്കുകയാണ്. അവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അത്തഅരീഫു ബിൽ കിതാബ്, കിതാബിന്റെ പേരായിട്ട് പറയപ്പെടുന്നത് കിതാബു തൗഹീദ് അല്ലദി ഹുവ ഹഖ്ഖുൻ അലൽ ഹബീദ്. കിതാബു തൗഹീദ് അല്ലദി ഹുവ ഹഖ്ഖുൻ അലൽ അബീദ് എന്നാണ് കിതാബിന്റെ പേര്. അപ്പൊ ഇവിടെ കിതാബു തൗഹീദ് എന്നാണ്, തൗഹീദിന്റെ കിതാബ്. അല്ലദി എങ്ങനെയുള്ള, ഹുവ ഹഖ്ഖുൻ അലൽ അബീദ്, അടിമകളുടെ മേൽ നിർബന്ധമായ അള്ളാഹുവിന് നൽകേണ്ട ബാധ്യതയായ തൗഹീദിന്റെ കിതാബാണ്. സാധാരണ ജനങ്ങൾക്കിടയിലൊക്കെ അറിയപ്പെടുന്നത് കിതാബു തൗഹീദ് എന്ന പേരിലാണ്, കിതാബു തൗഹീദ് എന്ന പേരിലാണ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. എന്നാൽ പൂർണ്ണനാമം കിതാബു തൗഹീദ് അല്ലദി ഹുവ ഹഖ്ഖുൻ അലൽ അബീദ് എന്നാണ്. ഈ പേരെടുക്കപ്പെട്ടത് ഹദീസിൽ നിന്നാണ്. യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ആദ്യമായി ക്ഷണിക്കേണ്ടത് എവിടേക്കാണ്? അൻ യുവഹിദു, തൗഹീദിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ക്ഷണിക്കേണ്ടത്. അതിൽ നിന്നാണ് കിതാബു തൗഹീദ് എന്ന പേര് എടുത്തിട്ടുള്ളത്, അതിൽ നിന്നാണ് കിതാബു തൗഹീദ് എന്ന പേര് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ അല്ലദീ ഹുവ ഹഖ്ഖുൻ അലൽ അബീദ്, അതും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അതേ ഹദീസാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഹൽ തദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി ഇദാ ഫഅലൂഹു, അടിമകളുടെ മേൽ അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ മുആദ് എന്ന് ചോദിക്കാൻ. നിനക്കറിയുമോ? അൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, എന്താണ് അടിമകളുടെ മേൽ അവർ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ, അടിമകളുടെ മേൽ, നമ്മുടെ മേൽ അള്ളാഹുവിനുള്ള ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, ഷിർക്ക് വെച്ച് പുലർത്താതിരിക്കലാണ്. അപ്പൊ അവിടെ ആ ഹദീസിൽ വന്ന ലഫ്ലാണ് ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, അടിമയുടെ മേൽ അള്ളാഹുവിന് നൽകേണ്ട ഹക്ക്. ആ ഒരു പദത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുൻ അലൽ അബീദ് എന്ന പേര് മുസന്നിഫ് നൽകിയിട്ടുള്ളത്. അതാണ് കിതാബിന്റെ പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, മീസത്തു ഹാദൽ കിതാബ്, ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്, കിതാബു തൗഹീദിന്റെ പ്രത്യേകതയാണ്. കിതാബു തൗഹീദിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കിതാബു തൗഹീദിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഒന്നടങ്കം സ്വീകരിച്ചു പോരുന്ന കിതാബാണ്, സ്വഹീഹാണ് എന്ന് സ്വീകരിച്ചു പോരുന്ന കിതാബാണ്. ആ കിതാബിനോട് എന്തിനു സാദൃശ്യമുണ്ട്? ഈ കിതാബു തൗഹീദിന് സാദൃശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വലിയ ഫദ്ലാണ്. ആ കിതാബിനോട് സാദൃശ്യപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിനോട് താരതമ്യം ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇമാം ബുഖാരി റഹിമഹുല്ല എന്ത് ചെയ്യും? ഹദീസ് കൊടുക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ വക ആകെ കൊടുക്ക ഹെഡിങ് ആയിരിക്കും. അതേപോലെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയും എന്ത് ചെയ്തിട്ടുള്ളത്? ആദ്യം ആയത്ത് കൊടുക്കും, പിന്നെ ഹദീസ് കൊടുക്കും, പിന്നെ സ്വഹാബാക്കളുടെ അതിനുള്ള വിശദീകരണം കൊടുക്കും എന്നുള്ളതാണ്.
അപ്പൊ അതേ രൂപം ഇമാം ബുഖാരി റഹിമഹുല്ലാ സ്വീകരിച്ച രൂപത്തോട് എന്തുണ്ട്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ സ്വീകരിച്ച രീതിയിൽ സാദൃശ്യമുണ്ട് എന്നതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയോട് ഈ കിതാബിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. ചില ആളുകളൊക്കെ വളരെ വലിയ വിവാദമാക്കാറുള്ള വിഷയമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബ് തൗഹീദ് പഠിപ്പിക്കുന്നു, അത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ആ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കിതാബ് തൗഹീദ് ആദ്യം മുതൽ അവസാനം വരെ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വകയായി ആ ഹെഡിങ് അല്ലാത്ത ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒരാൾ കിതാബ് തൗഹീദ് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ പറയുന്നത് എന്താ? ആയത്തുകൾ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഹദീസുകൾ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു, സ്വഹാബത്തിന്റെ വിശദീകരണം തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുൾ ആയത്താണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ആയത്തുകളാണ്, പിന്നെ ഹദീസാണ്, പിന്നെ സ്വഹാബാക്കളുടെ വിശദീകരണം. രണ്ടാമത്തേത് ഈ കിതാബിന്റെ പ്രത്യേകത കസ്റത്തുൽ അദില്ല, ഒരുപാട് തെളിവുകളാണ്. അദ്ദേഹത്തിന്റെ വക യാതൊന്നും പറയുന്നില്ല, തെളിവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം സംസാരിക്കുക. മൂന്നാമത്തേത് ഖുവ്വത്തു തദ്ലീലി വൽ ഇസ്തിംബാത്ത്, ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തെളിവ് പിടിക്കാനുള്ള കഴിവ് അങ്ങേയറ്റമായിരുന്നു എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് ഒരു തെളിവ് കിട്ടിയാൽ അതിൽ നിന്ന് ഒരുപാട് ഫവായിദുകൾ, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ എന്ത് ചെയ്യും അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് എങ്ങനെയാണ് ഭൂമിയിൽ ശിർക്ക് വന്നത്, എന്താണ് ശിർക്കിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? എന്താണ് ശിർക്ക് ഭൂമിയിൽ വരാനുള്ള കാരണം? എന്താ? ഒരുപാട് ആളുകൾ ശിർക്ക് ചെയ്യുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം? തൗഹീദ് കുറഞ്ഞിട്ട്, പരീക്ഷണം. പിന്നെയോ അതായത് ഷിർക്കിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹത്തുക്കൾ എന്ന് പറയുന്ന ആളുകളുണ്ട്, അവർക്ക് അമിതമായിട്ട് എന്ത് ചെയ്യാ പ്രാധാന്യം നൽകുക. അതാണ് ഷിർക്കിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ്. അൽ ഗുലൂഉ ഫിസ്സാലിഹീൻ. അപ്പൊ ഷിർക്കിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചത് അമിതമായി ആദരിക്കുക, അമിതമായി ആദരവ് കൊടുക്കുക എന്നുള്ളതാണ് ഷിർക്കിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തെളിവ് പിടിക്കൽ. മറ്റൊരു തെളിവ് പിടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിൽ നിന്നുകൊണ്ട്, ഒരു സ്വാലിഹായ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ ആരാധിക്കാം. ആരെയല്ല ആരാധിക്കുന്നത്? ആ ഖബറിലുള്ള വ്യക്തിയല്ല ആരാധിക്കുന്നത്. അതുപോലും പാടില്ല എന്നാണ്. അതുപോലും പാടില്ല. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്ത് ചോദിക്കാൻ, ആ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ആരാധിക്കാം? അദ്ദേഹത്തെ എന്തായാലും ആരാധിക്കാൻ പറ്റൂല, എന്തായാലും ആരാധിക്കാൻ പറ്റൂല. അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാനുള്ള ഓരോ ബാബുകളാണ്. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഈ കിതാബിന്റെ പ്രത്യേകത അതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത പാഠങ്ങളാണ് എന്ത് ചെയ്യാം ആ ആയത്തിൽ നിന്ന് കൊണ്ടുവരിക. മറ്റൊന്ന്, ഈ പുസ്തകത്തിലെ വിഷയം എന്ത് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് പൂർണ്ണമായി തൗഹീദിനെ നശിപ്പിച്ചു കളയുന്ന ഷിർക്ക് എന്ന രോഗം, പൂർണ്ണമായി തൗഹീദിനെ നശിപ്പിച്ചു കളയുന്ന രോഗമായ ഷിർക്ക് എങ്ങനെയൊക്കെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കടന്നു വരിക, ഏതൊക്കെ രൂപത്തിലാണ് കടന്നു വരിക എന്ന് വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, തൗഹീദിന്റെ പൂർണ്ണതക്ക് നമുക്ക് കോട്ടം തട്ടും. തൗഹീദ്, ചില ആൾക്കാരുടെ തൗഹീദ് എന്തായിട്ടുണ്ടാവില്ല, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ എത്താതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ എന്ത് ചെയ്യും ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖ് ചർച്ചക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ എഴുത്ത് ആരംഭിക്കുന്നത്, ഷെയ്ഖ് ഈ കിതാബ് എഴുത്ത് ആരംഭിക്കുന്നത് ബസറയിൽ വെച്ചിട്ടാണ്. ബസറയിലാണ് എഴുത്ത് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് നജിദിൽ വെച്ചിട്ടാണ്. നജിദിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് തൗഹീദിന്റെ കിതാബുകൾ ജനങ്ങൾക്കിടയിൽ ഇതിന് മുൻകാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്നിങ്ങനെ ഒരുപാട് ഗ്രന്ഥത്തിൽ തൗഹീദ് വിഷയം വന്നിട്ടുണ്ട്, തൗഹീദ് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്ലാമിന്റെ അടിത്തറയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മുൻകാലക്കാരൊക്കെ ചർച്ച ചെയ്യും. എന്നാൽ മുൻകാലക്കാരൊക്കെ ചർച്ച ചെയ്ത വിഷയം എന്നാൽ ഏറ്റവും പിന്നിൽ വന്ന ഒരാളായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കിതാബിന് ഇത്രത്തോളം പ്രസിദ്ധി ലഭിക്കാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണ്, ഒന്ന് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയാണ്. കാരണം അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കിന്റെ എല്ലാ രൂപങ്ങളും നിലനിന്നിരുന്ന
കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. എന്ത് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഷിർക്കിൽ നിന്ന് ഒന്ന് കരകയറ്റണം. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ രീതി വളരെ വിശദമായി നമ്മൾ പറയും. അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുടെ വിമർശനത്തിന്റെ അവസ്ഥ എന്താണ്? ഒരിക്കൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ഷിർക്കിന്റെ കാര്യങ്ങൾ, അതായത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഷിർക്കിയായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആ സമയത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്തു? ഖുർആനിൽ ഒരു ആയത്ത് ഓതി കൊടുത്തു. അലം തറ കൈഫ ഫഅല, അതല്ല വേറെ ആയത്താണ്. അതായത് റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അവിടെ അതായത് ഈ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഈ ഭവനത്തിന്റെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അവിടെ എന്ത് ചെയ്തു? റബ്ബ് എന്നുള്ള പദം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞില്ല. നിങ്ങൾ ഈ വീടിന് എന്ത് ചെയ്യണം? ആരാധിക്കണം എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ ആയത്ത് ഓതിയെന്ന. പക്ഷെ ഷെയ്ഖ് പറഞ്ഞു അങ്ങനെ ഓതാൻ പാടില്ല. ആയത്ത് എങ്ങനെ ഓതേണ്ടത്? റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്, അതാണ് ശരിയായത്. കാരണം വീടിനെ ആരാധിക്കാൻ പറ്റൂലല്ലോ, കഅബയെ ആരാധിക്കാൻ പറ്റൂലല്ലോ. വീണ്ടും അത് ആവർത്തിച്ചു എന്നാണ്. മൂന്നാമതും ആവർത്തിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു അങ്ങനല്ല ഓതേണ്ടത്. അപ്പൊ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തിരുത്തി കൊടുത്തു. എന്ത് ചെയ്യാൻ പാടില്ല? സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കഅബ സൃഷ്ടിയല്ലേ, നിങ്ങൾ ആരാധിക്കുന്ന മനുഷ്യന്മാരും സൃഷ്ടിയല്ലേ, പിന്നെ എങ്ങനെ മനുഷ്യനെ ആരാധിക്കാം? അപ്പൊ അത്രയും അദ്ദേഹത്തിന് ഇസ്തിദ്ലാലില് കഴിവുണ്ടായിരുന്നു, തെളിവെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. രണ്ടാമത്തേത്, ഈ കിതാബിന്റെ ശൈലി വളരെ എളുപ്പമുള്ളതാണ്. ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് കിതാബ് തൗഹീദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, അത് കടിച്ചാൽ പൊട്ടൂല, സാധാരണക്കാർക്കൊന്നും മനസ്സിലാകൂല എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കോലത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഇത് വായനക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഈ പുസ്തകത്തിന് ലഭിച്ച ഒരു ശ്രേഷ്ഠതയാണ്, ഒരുപാട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ, ഇപ്പോഴും പുതുതായി വരുന്ന പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പുസ്തകത്തിന് വിശദീകരണം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് തൈസീറുൽ അസീസുൽ ഹമീദ് ഫി ശർഹി കിതാബി തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി രചിച്ചതാണ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ആ പുസ്തകം രചിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഒരു പകുതി വരെ എത്തിയിട്ടുള്ളൂ. അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നതാണ് ഫത്ഹുൽ മജീദ് ഷർഹു കിതാബി തൗഹീദ്. അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിൽ വരുന്ന ആളാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ആ പുസ്തകത്തെ പൂർത്തീകരിച്ചത് ഈ പറയുന്ന ഫത്ഹുൽ മജീദ് എന്ന കിതാബിലൂടെയാണ്. ഫത്ഹുൽ മജീദ് എന്ന ഈ ഷർഹ് ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രധാനമായും നമ്മൾ ആ ഒരു ഗ്രന്ഥത്തെയാണ് നമ്മൾ ആസ്പദമാക്കുക. അപ്പൊ ഇതാണ് കിതാബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും തൗഹീദിനു വേണ്ടി, ദീനിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയാകുന്നത് അത് മാത്രമാണ്. അതല്ലാത്തൊന്നും ചെയ്യൂല, നമുക്ക് ബാക്കിയാവുകയില്ല. നമുക്ക് ബാക്കിയാവുക നമ്മൾ ചെയ്തു വെച്ച നന്മകളും നമ്മൾ ക്ഷണിച്ച തൗഹീദിലേക്കുള്ള ക്ഷണം, അതൊക്കെ എന്ത് ചെയ്യും? നാളെ ഖബറിൽ ഒരു പ്രകാശമായി വരുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൽ ഒന്നാമത്തേത് ഈ പറയുന്ന തൗഹീദിന്റെ കിതാബ് എന്ന കിതാബ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? ഞാൻ വായിച്ചു തീർക്കും. ഞാൻ പൂർണ്ണമായും എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കും എന്ന ഉറപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം. ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം. രണ്ടാമത്തേത്, എന്നിലൂടെ ഞാൻ ഈ തൗഹീദ് പഠിച്ച്, ഇതിന്റെ ആയത്തുകൾ പഠിച്ച്, ഹദീസുകൾ മനസ്സിലാക്കി ഒരാളെങ്കിലും എന്ത് ചെയ്യും? എന്നിലൂടെ തൗഹീദിലേക്ക് എത്തും എന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് പറ്റണം. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കണ്ടാലും തൗഹീദ് പറയുന്ന ആളുകളായിരുന്നു ഇവിടെ ഇരിക്കുന്ന പല ആളുകളും. എന്നാൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല? നമ്മുടെ കുടുംബത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുണ്ട് എങ്കിൽ പോലും അവരോട് പോലും തുറന്ന് ഇത് ശിർക്കാണ്, തെറ്റാണ്, ചെയ്യരുത് എന്ന് വളരെ നസീഹത്തോടു കൂടി പറയാൻ പറ്റണില്ല. ആളുകൾക്ക് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടങ്ങൾ, അവർ ചെയ്തോട്ടെ, നമ്മൾ അവരുടെ ഇഷ്ടത്തിൽ എന്ത് ചെയ്യണ്ട? ഇടപെടണ്ട. തിന്മ വിരോധിക്കുന്ന അവസ്ഥയിൽ നിന്ന് പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? പിന്മാറിയിട്ടുണ്ട്. സമൂഹത്തിന് ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗവും ഏറ്റവും വലിയ നാശവുമാണ് പ്രതികരണശേഷി കുറഞ്ഞു പോവുക എന്നത്. പ്രത്യേകിച്ചും സലഫികൾക്കിടയിൽ പ്രതികരണശേഷി തൗഹീദിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് വേറെ രൂപത്തിലുള്ള ചർച്ചകളാണ്. ഒരു ആവശ്യവുമില്ലാത്ത അനാവശ്യമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചർച്ച ചെയ്ത് അതിനെ വലിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാം? പ്രശ്നം ഉണ്ടാക്കുക. എന്നാൽ തൗഹീദിന്റെ വിഷയത്തിൽ തൗഹീദ് കൃത്യമായി അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇന്നും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ തൗഹീദ് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗം ചെയ്യുന്നില്ല.
നമ്മൾ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്നിലൂടെ ഒരാളെങ്കിലും തൗഹീദിലേക്ക് എത്തും എന്ന ഉറപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്വീകരിക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മരിക്കുമ്പോൾ നമുക്ക് തൗഹീദ് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, മരിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുക എന്നതാണ്. തുടക്കത്തിന്റെ പ്രസരിപ്പ്, തുടക്കത്തിന്റെ ആഗ്രഹം ഒടുക്കം വരെ എന്ത് ചെയ്യണം, നിലനിൽക്കണം, ഒടുക്കം വരെ നിലനിൽക്കണം. അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. റബ്ബെ, ഈ ഒരു പുസ്തകം കൃത്യമായി പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്ന പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക, നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുസ്തകം പൂർണ്ണമായി വിശദീകരിക്കുവാനും ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് തൗഹീദ് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമാറാകട്ടെ.